ഇന്നലെ നമ്മൾ വളരെ പേടിപ്പിക്കുന്ന ഒരു ദൃശ്യം കണ്ടിരുന്നു. അത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നായിരുന്നു. തഴവയിൽ തടിലോറി പൊട്ടിച്ച കേബിളിൽ കുരുങ്ങി വീട്ടമ്മയ്ക്ക് പരിക്കേറ്റ സംഭവത്തിലാണ് ലോറി ഡ്രൈവർ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ്. തമിഴ്നാട് തെങ്കാശി സ്വദേശി ദുർഗേഷാണ് കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് പോലീസ് കേസെടുത്തിരുന്നു. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, ഇന്നലെ ഈ അപകടമുണ്ടായ സമയത്ത് ലോറി നിർത്താതെ പോവുകയും പിന്നീട് നാട്ടുകാർ ലോറിയെ എവിടെ നിന്നോ പിടിച്ചു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഡ്രൈവറെ കിട്ടിയിരുന്നില്ല. പിന്നീട് ഇയാൾ സ്വമേധയാ വന്ന് കീഴടങ്ങുകയായിരുന്നു. ജിൽസി തഴവം കുറ്റിപ്പുറത്ത് തടിലോറി പൊട്ടിച്ച കേബിളിൽ കുരുങ്ങി വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിലെ ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ സിഐക്ക് മുന്നിൽ എത്തിയായിരുന്നു കീഴടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ആ അപകടത്തിന് കാരണമായ ലോറിയും സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ അപകടം സംബന്ധിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ നാട്ടുകാർ പലതരത്തിലുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ അപകടം നടന്ന സമയത്ത് പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും അവിടേക്ക് എത്തിയിരുന്നില്ല. ഏകദേശം 27-28 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിൽ കേസ് എടുക്കുന്ന ഒരു നടപടിയിലേക്ക് തന്നെ പോലീസ് കടന്നത്. അതിനെതിരെ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ച ആളുകളൊക്കെയും തന്നെ പറഞ്ഞിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച സമയത്ത് വാഹനത്തിന്റെയും ആ ഡ്രൈവറുടെയും ചിത്രങ്ങൾ എടുത്ത ശേഷം വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ലഭിച്ചത്. ഇന്നലെയോടുകൂടെ അതായത് ഈ വാഹനത്തിന്റെ ഉടമ ഉൾപ്പെടെ എത്തിയാണ് അവിടെ കീഴടങ്ങിയത് തെങ്കാശി സ്വദേശിയായിട്ടുള്ള ദുർഗേഷ് ആണ് വാഹനം ഓടിച്ചിരുന്നത്. അയാളാണ് ഇപ്പോൾ സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഈ കേസ് എടുത്തിരിക്കുന്നത് അലക്ഷ്യമായി വാഹനം ഓടിച്ച് ഒരാൾക്ക് ജീവനഹാനി വരുത്താവുന്ന രീതിയിൽ വാഹനം ഓടിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ്. സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന രീതിയിലുള്ള വകുപ്പാണ്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇയാളെ വിടും എന്നുള്ള വിവരമാണ് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു ഇതിൽ ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് പരിക്കേറ്റ് കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഈ സന്ധ്യ ഇപ്പോൾ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നുള്ള വിവരം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവറാണ് ഇപ്പോൾ പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നത്. സന്ധ്യയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്ന നല്ല വാർത്തകൾ കൂടി ലിജോ റോളൻസ് പങ്കുവയ്ക്കുന്നു.